الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك محمد وعلى آل محمد كما صليت على إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فقد قال تعالى في قرآنه الكريم: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما جعل عليكم في الدين من حرج ملة أبيكم إبراهيم هو سماكم المسلمين من قبل وفي هذا ليكون الرسول شهيدا عليكم وتكونوا شهداء على الناس فأقيموا الصلاة وآتوا الزكاة واعتصموا بالله هو مولاكم فنعم المولى ونعم النصير. صدق الله العلي المولى العظيم. قال رسول الله صلى الله عليه وسلم: من جاهد قال صلى الله عليه وسلم: سيكون أمراء من بعدي يقولون ما لا يفعلون ويفعلون ما لا يؤمرون ومن جاهدهم بيدي فهو مؤمن ومن جاهدهم بيده بلسانه ومن جاهدهم بلسانه فهو مؤمن ومن جاهدهم بقلبه فهو مؤمن لا إيمان بعد، يعني وليس وراء ذلك من الإيمان حبة خردل. صدق رسوله الأمين. വിശുദ്ധ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെല്ലാവരെയും ഈ ജാഗയിൽ സുബഹി ജമാഅത്ത് ഓർമ്മിച്ചു കൂട്ടിയ സുബഹി ജമാഅത്ത് ഞങ്ങളുടെ ഹാജരായി സന്തോഷപൂർവ്വം അതെല്ലാം കേട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും അവൻ പൊരുത്തപ്പെട്ട ദാസന്മാരിൽ അല്ലാഹു നാളെ ഒരുമിച്ച് കൂട്ടട്ടെ. നാളെ സർവ നല്ല മുറാദുകളെ അല്ലാഹു ഹാസിലാക്കി തരട്ടെ. എല്ലാ ദുരുദ്ദേശങ്ങളെ അല്ലാഹു തട്ടി തുറട്ടെ. ഞങ്ങൾ കഴിഞ്ഞ വാര പ്രസ്താവിച്ച സൂറത്ത് ഹജ്ജിലെ അവസാന ഭാഗം, അതിലെ രണ്ടാമത്തെ ആയത്തിൽ ജിൻത്ത് വജാഹിദു ഫില്ലാഹി ഹഖ്ഖ ജിഹാദിഹി. അല്ലാഹുക്ക് വേണ്ടി അല്ലാഹു ജാഹദ ഫില്ലാ ജാഹദ ബില്ലാ. ഇത് ബില്ലൽ ചരിച്ചത്. ഇത് ഫില്ലിനെ സർവവും അല്ലാഹ്, തടി അല്ലാഹ്, അമ്വാൽ അല്ലാഹ്, ദമ്മു അല്ലാഹ്, സാഹസ അല്ലാഹ്, പോക്കുവണ്ടി സർവവും അല്ലാഹ്. അതിലെന്തൊരു തവസ്സുലില്ല, ബി ഒരു കെയർ ഓഫ് ഇല്ലാത്തതുകൊണ്ട് ഫില്ല ഫില്ല. അല്ലാഹു സുബ്ഹാനഹു വ ജാഹിദു ഫില്ല ഹഖ്ഖ ജിഹാദിലെ അതിലെ ഹക്ക് പോലെ, മുറ പോലെ, അതിലെ ചെലുത്ത് പോലെ, അതുപോലെ ഷറായിത്ത് പോലെ ജിഹാദ് ചെയ്യും. ജിഹാദ് ചൊല്ലുമ്പോൾ ഔട്ടൂലെ പല പാലെടുത്ത് രംഗത്ത് കിളിയാലോ ജിഹാദല്ല. ഇവിടെ ആ ജിഹാദല്ല അള്ളാഹു ഉദ്ദേശിക്കുക. ആ ജിഹാദുള്ള അവസാനം അത് ധർമ്മസമരം.
ധർമ്മസമര ഇതിൽ ഉൾപ്പെട്ടെങ്കിലും അള്ളാഹുവിന്റെ പരിശ്രമം, മനുഷ്യന് പരിശ്രമം, മനുഷ്യനെ പോക്കുപറവും ഈമാനോട് കൂടി നൽകാൻ ഇതെല്ലാം ജിഹാദ്. ചില ഹദീസിൽ കാണാം മുജാഹദത്തുൽ അബ്ദി അലാ ഹവാ, ഒരു അടിമ തൻ്റെ മുജാഹദ, തൻ്റെ പരിശ്രമ, തൻ്റെ ജിഹാദ് ഇസ്ലാം അനിഷ്ടകരമാക്കിയ കാര്യത്തിലുള്ള ജിഹാദ്. സ്വന്തം തന്നിഷ്ടത്തെ മേൽ ജിഹാദ് ചെയ്യണം. മോശപ്പെട്ട കാര്യത്തെ അതിലുണ്ടാകുമ്പോൾ അതിനെതിരിൽ പോരാടും. സ്വന്തത്തെ പോരാടും. ആരെയോ അടിച്ചുകൊണ്ട് വലിയ വിഷയമല്ല, സ്വന്തം നന്നാവും. മുജാഹദത്തുൽ അബ്ദി എന്ത്? മുജാഹദുൽ അബ്ദി ഫീ ഹവാ, തന്നിഷ്ട അത് എതിർക്കും. മോശപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവും, ബുദ്ധുണ്ട്, അത് എതിർക്കാൻ, അത് വലിയ ജിഹാദ്. മൻജാഹദഹും ജാഹദ നഫ്സി, ആര് ജിഹാദിന് പരിശ്രമിക്കുന്ന അത് സ്വന്തത്തിന് പരിശ്രമിച്ചതുപോലെ. കാരണം അത് ലാഭം അവനുണ്ട്. ജിഹാദ് ലാഭാനുണ്ട്. ജിഹാദ് ചെയ്യുന്നവൻ എന്ത് ലാഭം? ചട്ടമ, തുണിയ, ശത്രുവിൻ്റെ പിന്നെ എന്തെങ്കിലും അല്ല, പിന്നെ അവൻ്റെ തടിക്ക് ഫായ്ദ, അവന് സ്വർഗം ലഭിക്കൂ എന്നുള്ള ഫായ്ദ. അതുകൊണ്ട് പിന്നെ അർത്ഥവത്തായ ഒന്ന് ജിഹാദ്. പല ജാഗയിലും അമ്മുവാല് കൊണ്ടുള്ള ജിഹാദ്, കൈക്കാലുകളുണ്ട് ജിഹാദ്. ഈ പരിശ്രമത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്തിന് അവസാനിപ്പിക്കുമ്പോൾ നീ സത്യത്തിന് സാക്ഷിയാകുന്നു. ജിഹാദിനെ പരിപൂർണത സത്യത്തിൽ ഒരു മനുഷ്യ സാക്ഷിയായി ജീവിക്കുക. സത്യത്തിൽ അയാൾ സാക്ഷി. ഒരാൾ ജീവനത്തിൽ സത്യത്തിന് സാക്ഷിയാവാണ്ട് ലാഹിലെ സത്യവും അവൻ്റെ അന്തരംഗത്തിൽ അസത്യാണെങ്കിൽ സത്യത്തിന് സാക്ഷിയല്ല. സത്യത്തിന് സാക്ഷിയാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഹാദത്തെ ഹഖിൽ അവരുടെ സ്വർഗത്തിൽ വിളിക്കുക. ഈ പരിശ്രമത്തെ അവസാനം അല്ലാഹു അതിന് ഓർമ്മയാക്കി തന്നെ ഇൻഷാ അല്ലാഹ് ആ ഭാഗത്തങ്ങ് പറയുക. ഒന്നാമതായി നിങ്ങളുടെ സർവ സമ്പൂർണമായ പരിശ്രമ അള്ളാഹ്ക്ക് വേണ്ടി. അത് അവസാനം ആയുധെടുത്ത് പോണ ജിഹാദും വരാം. പക്ഷേ നിങ്ങൾ ജിഹാദ് അള്ളാഹ്ക്ക് വേണ്ടി ഹുവജിത്തബാക്കും. നിങ്ങൾ കഴിഞ്ഞ വാരം சொன்ன ഹുവ ഇജിത്തബാക്കും. നിങ്ങൾ സെലക്ഷൻ ആക്കി ಪ್ರತಿಯೊಟ್ಟು ಜವಾಬ್ದಾರಿಗಳು ಪ್ರತಿಯೊಟ್ಟು ಮಹಿಳೆಯರಿಗೆ ಪರಿಶ್ರಮ, ചെല്ലു ബില്ലാർക്ക് അയാൾ പരിശ്രമ. ഒരാൾ അപ്പയ്ക്ക് വരുക അപ്പാ ചൊന്നുള്ള ആ ഉത്തരവാദിത്വ പരിശ്രമ ഉത്തരവാദിത്വ ജവാബ്ദാരിക്ക. ഒരു പെണ്ണ് മങ്ങിലേക്ക് 9 പേരോട് കൂടി ഒരു കുഞ്ഞിന് ഉമ്മ എന്നുള്ള ഉത്തരവാദിത്വ. കിടാവ് പൈക്കാത്ത പോലെ ഉൾപ്പെടാത്ത പോലെ കിടാവ് നോക്കൽ എന്നുള്ള ഉത്തരവാദിത്വം. ഇത് ഓരോരുത്തർ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അല്ലാഹു ഹുവജിത്തബാക്കും. നിങ്ങളെ അള്ളാഹു തെരഞ്ഞെടുത്ത സെലക്ഷൻ ആക്കുക. എന്തിന്? ഒന്ന് പരിശ്രമിക്കേണ്ട ജാഗയിൽ നിന്ന് പരിശ്രമിക്കണോ? ജന്റെ ഷഹാദത്തെ ഹക്കുണ്ട്, അതിന് നിങ്ങൾ സാക്ഷ്യം. പിന്നൊരാൾ നിങ്ങൾ ചൊല്ലണം. നല്ല മനുഷ്യൻ ആഖിറത്തെല്ലാം വിളിച്ച് കേൾക്കും. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതം. അല്ലാഹു റസൂൽ നൂഹ് നബി ഖൗമു സാക്ഷി. നൂഹ് നബി ഖൗമിനോട് മുഹമ്മദ് റസൂൽ മക്കത്ത് എപ്പോൾ ഉണ്ടായി? പക്ഷെ ആ ഖൗമു നൂഹ് നബിയെ വിരോധിക്കുന്നു. ഇയാൾ നമുക്ക് എന്തും ഇബ്ലാഗ് തബ്ലീഗ് നമുക്ക് എന്ത് എത്തുപാട്ടില്ല. അവർ സാക്ഷിയാരും മുഹമ്മദ് റസൂലുള്ളാഹി, നൂഹ് നബി സാക്ഷി. പക്ഷേ ഖൗമ് ഒക്കില്ല. പിന്നെ ഒരാൾ അവസാനം എഞ്ചി വേണ്ട ഒരാൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഗുരുവായ നൂഹ് നബി അലൈഹിസ്സലാം ദഅവത്തു ഖൗമി ലൈലൻ വനഹാറ ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറാ. ജാവുമ്പോഴും ഡേ നൈറ്റ് ഫുൾ മാത്രമല്ല, ജാവുമ്പോഴും 24 ഗಂಟവും ദഅവത്തിന് പരിശ്രമിച്ചാൽ ഒരു ഇസ്ലാം അല്ലാത്ത ഒരാൾക്കും ഇയാൾ എത്തുപാട്ടിട്ടില്ല, ഇയാൾ ഞങ്ങൾക്ക് പക്ക പറഞ്ഞിട്ടില്ല, നക്ക് സത്യത്തെ ചൊന്തത്തില്ല ചൊല്ലും ഓരോ ദൈവക്കും
സാധ്യമില്ലാത്ത നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഖുർആൻ വചനത്തെ ഓതി കൊടുത്തു. അതിന് നബിയുടെ 3 സാക്ഷി, 3 ജാതി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷി. ഈ സാക്ഷി സൂറത്ത് ബഖറ അല്ലാഹു വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനു ശുഹദാ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദ. നിങ്ങൾ മധ്യമ എന്തത് യഹൂദിമാര് ഫുള്ളു എന്തായാലും അങ്ങനെ എക്സ്ട്രീമായാലും മനുഷ്യരെ കണ്ടങ്ങളെ ഇലാക്കിയത്. അത് കുടിക്കാത്ത കല്ലുകളെ കുടിച്ച് വിഭജിച്ച് താന്തോണികളായി ജീവിച്ച് ഒരു തൗറാത്ത് കയ്യിലിരിക്കുക. സെക്കൻഡ് വന്ന ബില്ലു ഹൗമോ ഈസാ ഹൗം. അങ്ങനെ അവസാനം നിങ്ങളുടെ കയ്യിൽ ബൈബിളുണ്ട്, അത് അന്നത്തെ പേര് ഇഞ്ചിൽ. എന്നിട്ട് ഹസ്തക്ഷേപ കൈകെടുത്ത് ബരപ്പാട്ട് ഇഞ്ചിലല്ല, നല്ല ഇഞ്ചിൽ ഹുദൻ ഫീഹി ഹുദ, അതിൽ ഹിദായത്തുണ്ട്, പ്രകാശമുണ്ട്. ക്രിസ്തന്മാർ അതോ ഇന്നൽ മസീഹ ഹുവ അല്ലാഹ്, മസീഹേ ഞങ്ങളെ അല്ലാഹ്, അല്ല സലാസുദ്ദീൻ സാലിസ് 3 1 അല്ലാഹ്. അതോ ഗുലുബു ശിദ്ദത്ത് എക്സ്ട്രീം ആയത്. മൂന്നാമത്തെ വർഗത്തെ അല്ലാഹ് കൊണ്ടുകൊണ്ട 500 വർഷത്തിന് പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا. ഒരു കഅബ നിങ്ങളുടെ കയ്യിൽ തപ്പിയിട്ടില്ല. പിന്നെ ജെറുസലേമുള്ള സുലൈമാൻ നബിയുടെ പള്ളിക്ക് കൂടി ഖിബ്ല ആക്കി നിസ്കരിച്ചത് മുഹമ്മദ് നബി. അതാണ് പോണാർ തിങ്കൾ മദീനത്ത് പോയവർ പിന്നെ കഅബയെ വിട്ടു. തൻ്റെ അപ്പനപ്പായ പിതൃവി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് കെട്ടിയ കഅബയെ വിട്ടു. ഒരു മൈത്രി നല്ല ഒറ്റക്കൂട്ട് വേണ്ടി എത്ര പോണാർ തിങ്കൾ നിസ്കരിച്ചത്. അതായത് മദീനത്ത് പോയി കിബിലത്തേനി കണ്ട കിബിലത്തേനി 2 കിബിലുള്ള ജാഗ. ഇപ്പൊ 2 കിബില എടുത്ത് 2 കിബിലത്തേനുണ്ട്. പശ്ചിമ പൂർവ അന്തര ദിക്കിലുള്ള ആ ജാഗയെ കുറിച്ച് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം سيكون السفهاء ما ഖുർആൻ അത് വളരെ ജന്തു അങ്ങനെ കേട്ടത്. മുഹമ്മദ് നബി മക്കത്തിക്കുമ്പോൾ മക്കത്ത് നിസ്കരിച്ചത് കാബത്ത് ഓടിക്കുമ്പോൾ ഇതിന് മുന്നിൽ ഇയാൾക്ക് ഒരു നിലവാരമില്ലേ, ഒരു സ്റ്റാൻഡ് ഇയാൾ സമയം ഇതാക്കിയില്ല. പക്ഷെ യഹൂദിമാർ സമാവുണ്ടാണ് കണ്ടുവന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബ നേതൃത്വ കഅബത്ത് ഭാഗത്തിലേക്കിട്ട് നിങ്ങളുടെ മർക്കസ് അത് കഅബയായിരിക്കട്ടെ. ഒരിക്കലും ഇങ്ങനെ സമാക്ക് സാധ്യമല്ല. അള്ളാഹിനെ കലാക്കതില്ലെങ്കിൽ ഒക്കതാലിക്ക ഇങ്ങനെ നേതൃത്വ നിങ്ങൾക്ക് ഇസ്ലാം കണ്ടില്ല. ആരുടെ നേതൃത്വം? നമുക്ക് ലോകത്തെ നേതൃത്വം ഞങ്ങൾക്ക്. പാർലമെന്റ് എംപിമാർ ആര് വേണം? മുസ്ലിം വേണം. MLA ആര് വേണം? മുസ്ലിം വേണം. കോർപ്പറേറ്റേഴ്സ് ആര് വേണം? മുസ്ലിം വേണം. അത് തക്കതായ വിവര പഠിപ്പാട്ടെങ്കിൽ മുസ്ലിമിന് വേണം. അതുകൊണ്ട് പണ്ട് വിദ്യാഭ്യാസത്തിൽ ഞങ്ങളെ പെരുവെടുത്തത്, ബാക്കി എല്ലാ സൊസൈറ്റിയിലും ഞങ്ങളെ പെരുവാക്കിയാൽ, വോട്ടിലും ഞങ്ങളെ പരാത്ത പോലാക്കിയാൽ എല്ലാം വഞ്ചന ചെയ്യുന്നത് ഒന്നുണ്ട്. ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ഭിന്നമേ ആദ്യത്തെ വിദ്യാഭ്യാസം വേണ്ടത് മുസ്ലിമിന്. പ്രധാനമന്ത്രി ആവേണ്ട ഫിറ്റ്നസ് ഉള്ള മുസ്ലിമുകളെ പിടിതുകൊണ്ട് വഞ്ചന ബലിയായ ಹಿಂದೂ ಬಲಿಯಾಗಿಕೊಂಡು ಇನ್ನು ಉಣರಂಡು. ಅದನ್ನು ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ವ ತಆಲ ಹುವಜಿತಬಾಕುಂ ನೀನು ಅಲ್ಲಾಹ್ തന്നെ സെലക്ഷൻ ആക്കിയ നീ കാലിബലി വക്ഷമാവില്ല, നീ നിരാശാവത്തില്ല. നീല മട്ടിൽ നിങ്ങൾക്കുള്ള കർത്തവ്യത്തെ നീ നിലവിട്ടണം. മുസ്ലിമായ കർത്തവ്യം ഹുവജിതബാക്കും. പിന്നെ ഒമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, നിങ്ങൾക്ക് ഈ ദീനിൽ വലിയ ക്ലേശ കഷ്ടമുണ്ട്. ബാക്കിയുള്ള ദീൻ്റെ ഉള്ളതാണ്. അങ്ങനെ കഷ്ടം അങ്ങോട്ട് കേട്ടിങ്ങനെ ചൊല്ലു RSS ഒപ്പത്തിലേക്ക് ചൊല്ലാത്ത നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കഷ്ടമില്ല. നല്ല സുഖമാണ്. ഒരു മുഷ്കത്തുള്ള സഫർ പോകുമ്പോൾ നല്ല ലോഹനിസ്കാരം